ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ മച്ചബൂസ് ആണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പകുതി ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വലിയ പീസാക്കിയിട്ട് സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. 3½ ടീസ്പൂൺ അറബി മസാല, ഒരു ഉണങ്ങിയ ചെറുനാരങ്ങ, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ ഉള്ളി, ക്യാപ്സിക്കം, പച്ചമുളകും ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഉപയോഗിക്കാം. 2 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഓയിൽ, ഉപ്പ്, ബിരിയാണി അരി 2½ ഗ്ലാസ്, വെള്ളം 4½ ഗ്ലാസ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൂടായ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ഒന്ന് ചൂടായാൽ അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോ സവാള നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അറബി മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ 2 പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന 4½ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് പാത്രം അടച്ച് കുറച്ചുമേ ഒന്ന് വേണം. ഇനി ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ ഒരു 20-25 മിനിറ്റ് എടുക്കും. ഇടയ്ക്കിടെ പാത്രം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലും വേണം ഇത് വേവിച്ചെടുക്കാൻ. പാത്രം അടച്ച് നമുക്ക് കുറച്ച് സമയം കൂടെ ഇതൊന്ന് വേവിക്കാം. ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ചിക്കൻ ഇങ്ങോട്ട് മാറ്റി വെക്കാം.
ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. അരി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിരിക്കണം. അരി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളക്കുന്നത് വരെ പാത്രം അടച്ച് ഒന്ന് വേവിക്കാം. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് പാത്രം അടച്ച് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇനി റൈസ് റെഡി ആവുമ്പോഴത്തേക്ക് അതിലേക്കുള്ള ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റിവെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറ്റേ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ തട്ടാത്ത ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കണം. നമുക്ക് ഓവനിൽ വെച്ചിട്ടും ഗ്രിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന്റെ പീസസ് ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം അടച്ച് തീ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് വിളമ്പാവുന്നതാണ്.